Hey my beautiful, welcome back to my channel. Collective reading ആണ്. ഇന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ്, വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ യൂണിക് ആയിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഓക്കെ, സോ കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻ. ഓൾറൈറ്റ്, സി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു നിങ്ങളുടെ ഒരു ഡിവൈൻ മാസ്കുലൻ അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു മാസ്കുലൻ എനർജി, നിങ്ങളുടെ ഫെമിനിൻ എനർജി, അത് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആളുകൾ, അവരെ കൊണ്ട് ഉണ്ടാവുന്ന വീണ്ടും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ചില സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, അത് ഒന്നുകൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരവും അതിൽ നിന്ന് നിങ്ങൾക്കൊരു സിറ്റുവേഷനിലേക്ക് എൻഡ് ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരേപോലെയാണ് കുറെ കാലമായിട്ട് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. സോ ചില കാര്യങ്ങൾ ഒരു ഗ്യാപ്പിന് ശേഷം ചില ആളുകളോ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കാം, വീണ്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. അത് ഒന്നുകിൽ നിങ്ങൾക്കത് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു കാർമിക് ടൈ, ആ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള പേർപ്പസ്, നിങ്ങളുടെ ലൈഫിൽ അവരുടെ ഒരു പേർപ്പസ് എന്തായിരുന്നോ അത് കംപ്ലീറ്റ്ലി സെർവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കൊരു എന്തെങ്കിലും ഒരു അത്ര ഇന്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് സെൽഫായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, നമ്മുടെ സോളിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ അതുപോലെ എടുക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അതൊരു വിഷമായിട്ടേ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു മേജർ സ്പിരിച്വൽ അവേക്കനിങ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഓത്തന്റിക് എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മാസ്കുലൻ എനർജി, നിങ്ങളുടെ ഫെമിനിൻ എനർജി. ഓൾറൈറ്റ്, എന്താണ് നിങ്ങൾക്കുള്ള മേജർ ബ്ലെസ്സിങ്സ്? ഓൾറൈറ്റ്, സോ നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് ഡെഫിനറ്റ്ലി വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം, ഓർ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ടോ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില ടോക്സിസിറ്റി നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പാത്തില് നിങ്ങൾ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ അതുപോലത്തെ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്ത് പോയിട്ടുള്ള ആരെങ്കിലും, ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ അല്ലാതെ നിന്നിട്ടുള്ള ചില ആളുകളുണ്ട്, അത് എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്തെങ്കിലും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, ഓർ ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ ആ വ്യക്തി വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും അതുപോലത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത് നിങ്ങളുടെ ഒരു ഫൈനൽ എക്സ്പീരിയൻസ് ആണ്. അതിന് നിങ്ങൾ മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി പഠിക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങൾക്കൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും അത് ചില കാര്യങ്ങൾ എൻഡ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ തന്നെ ചില കാര്യങ്ങള് നിങ്ങൾ കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ ഈ ഒരു വീണ്ടും നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത്, വീണ്ടും നിങ്ങൾ എന്താണോ ലൈഫ് നിങ്ങൾക്ക് ഒരു ലെസൺ ആയിട്ട്, ഒരു ഫൈനൽ ലെസൺ ആയിട്ട് തരുന്നത്, അത് നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. പഠിക്കുക എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചില സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് വേറൊരു കാര്യം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു മാറ്റമായി
ആയിട്ട് തോന്നുന്നത് ചില ആളുകളുടെ ഒരു മുഖംമൂടി നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സത്യങ്ങൾ കേൾക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് അങ്ങനെ ഇല്ലാന്ന് വിശ്വസിക്കുന്നതാണ് അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കാം പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി സത്യങ്ങൾ എന്താന്നുള്ളത് അറിയാം, നിങ്ങൾക്ക് റിയാലിറ്റി എന്താന്നുള്ളത് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾക്ക് വീണ്ടും റീകൺഫേം ചെയ്യുന്നത് പോലത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. സോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കോ ടെൻഷൻ ആവോ ഒന്നല്ല വേണ്ടത്. അത് കുറച്ച് ബോധപൂർവം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യാതെ നിങ്ങളുടെ ഒരു ഇമാജിനേഷനിലായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റിയൽ ലൈഫിൽ വന്ന് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ലവ് റിലേഷൻഷിപ്പ് കണക്ഷൻ, സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, സോ അതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങളുടെ സോൾ ട്വിൻ കണക്ഷൻ അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നല്ല എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് നിങ്ങളെ തന്നെ ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ പറയാണ്, അത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു നെക്സ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പേർപ്പസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങളെ അവേക്കൻ ചെയ്യാന്നുള്ളതായിരിക്കാം, നിങ്ങൾക്കൊരു നല്ലൊരു ലെസൺ തരിക എന്നുള്ളതായിരിക്കാം, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അത് ചില ആളുകൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് എന്തിനാണോ വന്നിട്ടുള്ളത് അതിന്റെ ഉദ്ദേശം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് അതൊന്ന് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആക്ച്വലി എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ആൻഡ് നിങ്ങൾക്കുള്ള ഒരു മേജർ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരാൻ പോവാണ്. അത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഗ്രേറ്റ് കൺഫർമേഷൻ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നും ചില കാര്യങ്ങൾ വീണുപോയി, ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിലല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റൈറ്റ് പ്ലേസിലല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഓർ നിങ്ങളുടെ ലൈഫിലെ മേജർ സിറ്റുവേഷൻ ഒരു റൈറ്റ് പ്ലേസിലല്ല. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ മേ ബി ചില ആളുകൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാത്ത് എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് കാണിച്ചു തരുന്ന ലൈഫ് എക്സ്പീരിയൻസ് മുന്നോട്ട് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഇത്ര ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചില ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അതിന്റെ ഒരു സത്യാവസ്ഥ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കത് കോൺഷ്യസ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഡെഫിനറ്റ്ലി. കാരണം നിങ്ങൾക്ക് സോൾ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾ ഒരുപാട് എക്സ്പാൻഡ് ആവുന്നുണ്ട്. സോ ചിലത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഒരു ഫൈനൽ അവേക്കനിങ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതോടുകൂടി നിങ്ങൾക്ക് വേറെ അവേക്കനിങ് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനില്ല എന്നുള്ളതല്ല. അത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരിക്കാം നിങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് തന്നെ ഉണ്ട്. എസ്പെഷ്യലി ആളുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഓവർ അറ്റാച്ച്മെന്റ് ആയിരിക്കാം, ബ്ലൈൻഡ്ലി ചില സിറ്റുവേഷൻസോ ആളുകളെ വിശ്വസിക്കുന്നതായിരിക്കാം. കാരണം ആളുകളുടെ മേലെ നിങ്ങൾ കുറച്ച് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് കുറച്ച് ദൂരെ നിന്നിട്ട് അല്ലെങ്കിൽ വിട്ടു നിന്ന് കാണാം. ഓക്കെ, സോ എല്ലാം നിങ്ങൾ ഇമോഷണലി എടുക്കരുത്. ചില കാര്യങ്ങൾ നിങ്ങൾ ബോധപൂർവ്വം ഒന്ന് കണക്ട് ചെയ്താൽ, നിങ്ങളുടെ ഒരു ഇമാജിനേഷനിലൊക്കെ നിങ്ങൾ പുറത്തു വന്ന്, നിങ്ങളുടെ ഒരു ഫാന്റസിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ട് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാം എന്താണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളത്, ആരാണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പേഴ്സൺ ആയിരിക്കാം, പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ ഒരു ഗ്രോത്തിനോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനോ നിങ്ങൾക്ക് അത്ര
നല്ലതായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഇമോഷണലി എടുക്കാതെ പ്രാക്ടിക്കലി ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഗ്രേറ്റ് റൊമാൻറ്റിക് ലൈഫ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മുന്നോട്ട് വരുന്ന സമയത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബാധകമാവുന്നുണ്ട്. പക്ഷെ അത് റീകണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളതല്ല. റിലേഷൻഷിപ്പ് ഇൻവോൾവ് ആവുന്നത് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത് നിങ്ങൾ മനഃപൂർവ്വം ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, എന്റെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് ഞാൻ പോവാണ്, എന്റെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്, എന്റെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് മാറ്റിവെക്കുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ നാച്ചുറലി സംഭവിക്കുന്ന സമയത്ത്, ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നാച്ചുറലി സംഭവിക്കുന്ന സമയത്ത്, ചില കാര്യത്തിന്റെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, ചില ആളുകളുടെ ഒരു ജെന്യൂൻ ഫേസ് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ടോക്സിസിറ്റി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കേണ്ട അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അത് സന്തോഷമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം അതിനുശേഷം ഒരുപാട് ആളുകളുടെ ഒരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതിന്റെ, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നതിന്റെ അതിൻ്റെതായിട്ടുള്ളൊരു പേർപ്പസ് അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുള്ള ലെസൺസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കണം ഡെഫിനറ്റ്ലി. സോ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷനായിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്കുള്ളൊരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതും വിട്ടുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യത്തിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് അത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരെങ്കിലും അവരുടെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവർ പ്ലാൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനു മുൻപേ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. സോ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാനുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക. സ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കണക്ഷൻ, സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം എന്താണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു കണക്ഷൻ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് അത് അതിന്റെ രീതിയിൽ നിങ്ങൾ ഈസി ആയിട്ട് വിട്ടേക്കുക. കാരണം അത് ഫിക്സ് ചെയ്യുക, ആ ഒരു റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഹീൽ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. കാരണം ചിലത് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ചിലത് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. കാരണം ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ജേണിയിൽ ഭാഗമാകേണ്ടതായിട്ടില്ല, ഓർ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജേണി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു മാസ്കുലൻ എനർജി ഓർ നിങ്ങളുടെ ഫെമിനൻ എനർജി. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ ഡിവൈൻ ടച്ച് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, സൈക്കിക്കലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആവുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ ചില ആളുകൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് ബെഡ് റെസ്റ്റ് പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലി നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഓർ നിങ്ങൾ ഈ ഒരു സമയത്ത് അതുപോലത്തെ എന്തെങ്കിലും സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ഫിസിക്കലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തെങ്കിലും ചാലഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം നിങ്ങളുടെ ചില വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള കണക്ഷന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളെ ഒറ്റയ്ക്ക് ഇരുത്തി നിങ്ങളെ ഹീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവിടെ ഹീൽ ചെയ്യുന്നത് ഡിവൈൻ ആണ്. ഓക്കെ, സോ ഒരു ബ്ലെസ്സിങ്, ഒരു സൈക്കിക് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു നല്ലൊരു രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു സ്ട്രോങ് ഫെമിനൻ നിങ്ങളെ വന്ന് ഹീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഫെമിനൻ എനർജി അല്ലെങ്കിൽ ഫെമിനൻ ഗോഡ് നിങ്ങൾ വന്ന് ഹീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹീലിംഗിൽ നിങ്ങൾക്ക് പല ചേഞ്ചസും പല അവേക്കനിങ്ങും പല റിയലൈസേഷനും നിങ്ങളെ പറ്റിയിട്ട്, നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് സഡൻ ആയിട്ട് നിങ്ങൾക്ക് ചില ആക്ഷൻസ് എടുക്കാൻ തോന്നും, സഡൻ ആയിട്ട് ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സൈക്കിക്കലി ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ലെയിം ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.